നേഹ ഭണ്ഡാരിയുടെ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നടന്ന ഒരു വീരയോദ്ധാവിൻ്റെ കഥ എന്താണത്? അത് എനിക്കറിയില്ല. ഇത്തരം കഥകൾ എന്താണ്, കഥകളല്ല, സംഭവങ്ങൾ എന്താണ് നമ്മുടെ മാധ്യമങ്ങളിൽ വരാമെന്നറിയില്ല. നേഹ ഭണ്ഡാരി അക്നൂർ സെക്ടറിലെ, കാശ്മീരിലെ അക്നൂർ സെക്ടറിലെ BSFൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡറാണ്. സ്ത്രീയാണ്, ഓർക്കണം. അപ്പോൾ നമ്മുടെ സൈനിക ചരിത്രത്തിലെ വീരേതിഹാസമാണ് നേഹ ഭണ്ഡാരി. ഇന്ത്യൻ ആർമിയുടെ ചരിത്രം എഴുതുമ്പോൾ ഇനി എന്നും നേഹ ഭണ്ഡാരിയുടെ കഥ അതിനകത്ത് എഴുതും. കാരണം ചരിത്രത്തിലാദ്യമായി നമ്മുടെ പട്ടാളത്തിൽ ഒരുപാട് വനിതകളുണ്ടല്ലേ, പക്ഷേ ചരിത്രത്തിലാദ്യമായി യുദ്ധഭൂമിയിൽ ശത്രുവിനോട് വെറും 150 മീറ്റർ അപ്പുറത്ത് ശത്രുവാണ്. 150 മീറ്റർ, ഒന്ന് മനസ്സുകൊണ്ട് അളന്നു നോക്കണം. 150 മീറ്റർ, 150 മീറ്ററിലുള്ള ബങ്കറിൽ ചെക്ക് പോസ്റ്റിലിരിക്കുന്ന ശത്രു. ആ ശത്രുവിനെ നേരിട്ടത് 150 മീറ്ററിനിപ്പുറത്തെ ബങ്കറിലിരുന്ന് നേഹ ഭണ്ഡാരി. നേഹ ഭണ്ഡാരിയും കൂടെ 5 പേർ. ആരൊക്കെയെന്നറിയോ? മഞ്ജിത് കൗർ, മാൻകിത് കൗർ, രണ്ടുപേരും പഞ്ചാബിൽ നിന്നുള്ളത്. സപ്ന റാവത്ത് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൽ നിന്നുള്ളത്. സുമിത് എക്സസ് ജാർഖണ്ഡിൽ നിന്നുള്ളത്. ജ്യോതി ബനികൻ ഒഡീഷ. 6 പെണ്ണുങ്ങളാണ്, 6 വനിതകളാണ്, 6 BSFൻ്റെ വനിതാ സൈനികർ ആണ് നമ്മുടെ ബങ്കറിലിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തീരുമാനം വരുന്നു. പെട്ടെന്ന് ഇവിടുത്തെ അസിസ്റ്റൻറ്റ് കമാൻഡർ നേഹ ഭണ്ഡാരിക്ക് കമാൻഡിംഗ് ഓഫീസറുടെ ചാർജ് അവർക്കാണ്. നേഹയ്ക്ക് DIG സുന്ദർബനി റേഞ്ച് BSF DNG ഖരീന്ദർ ദത്തയുടെ കോള് വരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചിരിക്കുന്നു, നമ്മൾ യുദ്ധത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ പോസ്റ്റ് ക്ലിയർ ചെയ്യുക, നിങ്ങൾ അവിടെ നിന്ന് മാറുക. കാരണം വനിതകളല്ലേ, ഇന്ത്യ ഇതുവരെ വനിതകളെ യുദ്ധത്തിന് വിട്ടിട്ടില്ല. പക്ഷെ നേഹ ഭണ്ഡാരി പറഞ്ഞു, സാർ ഞാൻ അസിസ്റ്റൻറ്റ് കമാൻഡിംഗ് ഓഫീസറാണ്, എനിക്ക് പുരുഷന്മാരെ പോലെ പരിശീലനം കിട്ടിയിട്ടുണ്ട്, എൻ്റെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അയ്യോ, പക്ഷേ നിങ്ങളുടെ കൂടെ 5 വനിതകളല്ലേ ഉള്ളൂ. പക്ഷേ സാർ എൻ്റെ കൂടെയുള്ള 5 വനിതകൾക്കും പുരുഷന്മാരെ പോലെയുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് സാർ, ഞങ്ങൾ എന്തിനാണ് മാറ്റുന്നത്? അല്ല, നിങ്ങൾ വനിതകളല്ലേ, വനിതകൾ ഇതുവരെ നമ്മൾ യുദ്ധരംഗത്ത്, ഇന്ത്യൻ ആർമി യുദ്ധരംഗത്ത് വനിതകളെ ഡയറക്റ്റ് ഏറ്റുമുട്ടലിന് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഉടനെ സഹായം തരാൻ വേറെ ആരുമില്ല. എന്തിനാണ് സാർ സഹായം? ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ലേ, ഞങ്ങൾ പുരുഷന്മാരെ പോലെ പരിശീലിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സാർ ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ക്ലിയർ ചെയ്യുന്നില്ല എന്നാണോ, ഉറപ്പാണോ എന്ന് DIG ചോദിക്കുന്നത്. യെസ് സാർ, ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നില്ല. ദെൻ അദ്ദേഹം പറഞ്ഞു, ഗീവ് യുവർ ബെസ്റ്റ്, നിങ്ങളുടെ ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾ തരിക, ഗീവ് യുവർ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് BSF DIG ഖരീന്ദർ ദത്ത അവർക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു. അത് നടന്നത് മെയ് 7-ാം തീയതി. പിന്നെയുള്ള 3 ദിവസം ചരിത്രമായിരുന്നു. 3 ദിവസം ചരിത്രം എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ നമ്മൾ എയർ അറ്റാക്ക് നടക്കുന്നു, മിസൈലുകൾ വായുന്നു, ഡ്രോണുകൾ വായുന്നു, രാജ്യം യുദ്ധത്തിൽ. അതിർത്തിയിൽ 150 മീറ്റർ അപ്പുറത്തുള്ള പാകിസ്ഥാൻ പോസ്റ്റിൽ നിന്ന് തുരുതുരാ ഷെൽ വർഷം വെടിയുണ്ടകൾ പാഞ്ഞു വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിഭീകം. ഒരിടത്ത് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ സൈന്യം വരുന്നതേ ഉള്ളൂ. BSF ആണല്ലോ മുന്നിൽ നിൽക്കുന്നത്, ആർമി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ഷെല്ലിംഗ് ആരംഭിച്ചു. പാകിസ്ഥാൻ റേഞ്ചർമാരും പാകിസ്ഥാൻ പട്ടാളവും കൂടിയാണ് ഇന്ത്യയിലേക്ക് ആക്രമിക്കുന്നത്. ഇവർ 6 വനിതകൾ ഇവരുടെ ബങ്കറിലിരുന്ന് ചേർക്കുകയാണ്. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് മാത്രമായ നേഹ ഭണ്ഡാരി ആ തീരുമാനം എടുത്തിട്ട് അവിടെ നിന്ന് വരുന്ന ആയുധങ്ങൾക്ക് മറുപടിയായി കൃത്യമായ മറുപടി കൊടുത്തു. അങ്ങനെ 3 ദിവസം ആ പോരാട്ടം തുടർന്നതിനിടയ്ക്ക് ആർമിയും വന്ന് ജോയിൻ ചെയ്തു. ആർമിയിലും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആർമിയുടെ ഒരു ചെറിയ ബാച്ചാണ് വന്നത്. അവരുടെയും കമാൻഡിംഗ് ഓഫീസറുടെ ചുമതലയിലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായ നേഹ ഭണ്ഡാരിക്ക് മാറേണ്ടിരുന്നു. അപ്പോൾ അവസാന ഘട്ടത്തിൽ ആർമി എത്തിയെങ്കിലും 3, 7, 8, 9, 10 ഈ 4 ദിവസങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി നേഹയും നമ്മുടെ 6 വനിതകളും പൊരുതി. ഫലം ഉണ്ടായി എന്നറിയോ? നേഹ ഉൾപ്പെടെയുള്ള 6 നമ്മുടെ വീര വനിതകളുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ സിയാൽകോട്ടിൽ നിന്നുള്ള പാക്ക് ബങ്കർ ഇട്ടിട്ട് പാകിസ്ഥാൻ പട്ടാളം ഓടി. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ പറയാണ് സ്ത്രീകൾക്ക് തുല്യത കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പൂജിക്കുക മാത്രമല്ല, അവർക്ക് സർവ്വതാ എല്ലാ കാര്യങ്ങളിലും പരിഗണന കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പാകിസ്ഥാൻ അങ്ങനെയല്ലല്ലോ. പാകിസ്ഥാനിൽ ഇപ്പോൾ പെണ്ണുങ്ങളെ ചാക്കി കെട്ടി നടത്തണം. ഇവിടെയും പെണ്ണുങ്ങളെ ചാക്കി കെട്ടി നടക്കുമ്പോഴാണ് അതിർത്തിയിലൊരു ബങ്കർ, ഇന്ത്യൻ പോസ്റ്റ് കാക്കാൻ
ഈ 6 പെൺകുട്ടികൾ ഒരിക്കൽ കൂടെ അവരുടെ പേര് പറയാം, കാരണം നമ്മുടെ ആളുകൾ അറിഞ്ഞിരിക്കണം, ഈ വീര വനിതകളുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രമാണ്. സൈന്യത്തിൽ ഇതിനു മുമ്പ് നമ്മുടെ പട്ടാളം യുദ്ധത്തിന് വനിതകളെ ഉപയോഗിച്ചിട്ടില്ല. നേഹ ഭണ്ഡാരി, മഞ്ജിത് കൗർ, മാൻകിത് കൗർ, സപ്ന റാവത്ത്, സുമി എക്സസ്, ജ്യോതി ബൻകൻ, ഈ 6 വനിതകൾ അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുക. ഈ മഞ്ജിത് കൗറിന് ഞാൻ പറഞ്ഞല്ലോ, മഞ്ജിത് കൗർ മാൻകിത് കൗറും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. 17 വർഷത്തെ സർവീസുണ്ട് മഞ്ജിത് കൗറിന്. പിന്നെയുള്ളത് സ്വപ്ന റാവത്ത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. ഈ ജ്യോതി ബാനികൻ ഒഡീഷയിൽ നിന്നുള്ളതാണ്. 2021 പട്ടാളത്തിൽ ചേർന്നിട്ട് 2 വർഷമാവുന്നുള്ളൂ BSFൽ. ഈ നേഹ വന്നിട്ട് 5 വർഷമാവണം. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ സർവീസിൽ വന്ന് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായ നേഹയ്ക്ക് ഒരു രാജ്യത്തെ നയിക്കാൻ, ഒരു പോസ്റ്റിനെ അല്ലല്ലോ നയിക്കുന്നത്, ഇന്ത്യയെ തന്നെ നയിക്കുകയാണ്. രാജ്യത്തെ നയിക്കുന്ന തരത്തിൽ ഒരു അത്യുജ്വലമായ പോരാട്ടം നടത്താൻ നമ്മുടെ ഈ 6 വനിതകൾക്ക് കഴിഞ്ഞു എന്നുള്ള വലിയ ചരിത്രമായി. നേരത്തെയൊക്കെ ആർമിയിൽ ഇപ്പം ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റ് സ്റ്റാഫുകൾ ഒക്കെ ആയിട്ട് പിന്നെ ആർമി സിഗ്നൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഡയറക്റ്റ് കോമ്പാക്റ്റിന് ഇത് ആദ്യമായിട്ടാണ് വനിതകൾ. അത് നമ്മൾ നിയോഗിച്ചതല്ല, അവർ സ്വമേധയാ ഏറ്റെടുക്കുക. നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ചെക്ക് പോസ്റ്റിലുണ്ട്, വാറ തുടങ്ങാൻ പോവാണ്, നിങ്ങൾ വേണം മാറിക്കോ, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോകണില്ല. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ മറുപടിയാണ് അയക്കുന്നത്, ഞങ്ങൾ എന്തിനു മാറണം? നമ്മൾ ആലോചിച്ചു, നമ്മുടെ വനിതകളൊക്കെ ഞാൻ സ്ത്രീയാണ്, ഞാൻ അബലയാണ്, എനിക്ക് കരുത്തില്ല, ഞാൻ എല്ലാത്തിനും മാറി നിൽക്കേണ്ടവരാണ് വരുമ്പോഴാണ് നിങ്ങൾ മാറിക്കോ, നിങ്ങളെ കൊണ്ടുപോകാൻ വണ്ടി വരും എന്ന് പറയുമ്പോഴാണ് ഞാൻ എന്തിനു മാറണം? ഇതൊരു വലിയ ദിശാസൂചിയല്ലേ. ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഏറ്റവും സാംസ്കാരികമായി ഉയർച്ച നേടിയ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോഴും കാണുന്നത് എന്താണ്? സ്ത്രീകൾ. ഇപ്പോൾ ഞാൻ ഈ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ചില സ്ഥലത്തെ ബോർഡുകൾ കണ്ടു. അതായത് ഈ കണ്ണു മാത്രം കാണാവുന്ന തരത്തിൽ കുട്ടികളുടെ ഫോട്ടോ, എല്ലാത്തിനും A+ കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞുള്ള ബോർഡുകൾ. എന്നിട്ട് ഒരു ബോർഡിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, അതായത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഈ A+ കിട്ടിയ കുട്ടികളുടെ പേരുകൾ മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ കേരളത്തിൽ പോലും, വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഏതൊക്കെ സംസ്ഥാനം എന്നാണ് നോക്കൂ, അത് ഇവർ പറയുന്ന പോലെ ചാണകം തരുന്ന സംസ്ഥാനങ്ങളാണ്. ഒഡീഷ വിദ്യാഭ്യാസത്തിൽ പുറകിലാണ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ പിന്നെ സ്വന്തം സംസ്ഥാനമാണല്ലോ, തുടങ്ങിയ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ഇവിടുത്തെ സാംസ്കാരിക പ്രബുദ്ധതയുടെ കാര്യത്തിൽ, നവോത്ഥാനത്തിൻ്റെ കാര്യത്തിലൊക്കെ പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ത്രീകളാണ്. ഞങ്ങൾ പാകിസ്ഥാൻ അവരോട് പൊരുതാൻ ഞങ്ങൾ മതി, ഞങ്ങൾ മാറുന്നൊന്നുമില്ല, ഞങ്ങൾ ആണുങ്ങളെ പോലെ പരിശീലനം കിട്ടിയ ഞങ്ങളെന്തിനാണ് മാറുന്നത്? ഒരു DIG വിളിച്ച് നിങ്ങൾ പൊക്കോ, വണ്ടിയൊക്കെ എറിക്കോ, സ്ഥലം വിട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല സാർ, വായ്, എന്തിന് ഞങ്ങൾ മാറണം? ഞങ്ങളും നിങ്ങളെപ്പോലെ പരിശീലനം കിട്ടിയല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വനിതകൾ മാറിയിരിക്കുന്നു എന്നുള്ള വലിയ അഭിമാനകരമാണ്. അതെ, ഇസ്രയേലിലെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. തോക്കെത്തി അത് നമ്മൾ നോക്കുമ്പോൾ അവർ ജെറുസലേമിലൊക്കെ തോക്ക് തൂങ്ങിയിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഒക്കെ അതെ, അവർ സൈന്യത്തിന്റെ യൂണിഫോം ഇട്ടൊക്കെ. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ എന്ന് വരുമെന്ന്, പക്ഷെ ഇതാ വന്നു കഴിഞ്ഞു. പക്ഷെ ഇസ്രയേലുമായിട്ട് വേറൊരു വ്യത്യാസമുണ്ട്. ഇസ്രയേലിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ സൈനിക പരിശീലനം നിർബന്ധമാണ്. ഇസ്രയേലിലെ മുഴുവൻ ആളുകളും പട്ടാളക്കാരാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പം മോദി സർക്കാർ അങ്ങ് തീരുമാനിക്കുക, നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സൈനിക പരിശീലനം നേടിയിരിക്കണം. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സൈനിക പരിശീലനം നിർബന്ധമാക്കി സിലബസിൻ്റെ ഭാഗമാക്കിയിട്ട് അവർ റിസർവ് ഫോഴ്സിനെ പോലെ ഇവരെ കരുതും. ഒരു വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്ന് നോക്കി ആദ്യം എതിർക്കാൻ ആരുണ്ടാവുമെന്നറിയാമോ? രാഹുൽ ഗാന്ധി ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാർ ഉറപ്പായിട്ടും ഉണ്ടാവും. അവർക്ക് ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സംഗതിയാണല്ലോ. ഇന്ത്യൻ പട്ടാളത്തിൽ ഇപ്പോൾ അതുകൊണ്ടല്ലേ സ്വരാജ് പറഞ്ഞത് യുദ്ധം വിനാശകരമായ കാര്യമാണ്. പഹൽഗാം ആക്രമണം നടത്തിയപ്പോൾ സ്വരാജിന് ഒരു പോസ്റ്റും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഏതോ ഒരു നമ്മുടെ ഡയറക്ടർ ഷാജി N. കരുൺ മരിച്ചതിനെക്കുറിച്ചൊരു പോസ്റ്റ് മാത്രമാണ് കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ ഇട്ടത്. പഹൽഗാം ആക്രമണം നടന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അതിനുശേഷം പുള്ളി ഒരു പോസ്റ്റ് ഇട്ടത്, പുള്ളിയുടെ ഹൃദയം വിറങ്ങലിച്ചത്, ഹൃദയം പൊട്ടിത്തകർന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 24 മണിക്കൂർ ക്ലാസ് വാറിനെ പറ്റിയിട്ടും ബൂർഷാസിയുടെ തലവെട്ടുന്നതിനെ പറ്റിയിട്ടും സംസാരിക്കുന്നവരാണ് ഈ പറയുന്നത്. അല്ല, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു നിലമ്പൂർ സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. 44% മുസ്ലിം വോട്ടുള്ള സ്ഥലമല്ലേ. ഹമാസ് എന്ത് ചെയ്താലും, ഹമാസ് ബലാത്സംഗം ചെയ്താലും, കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടിയാലും അതൊരു തെറ്റല്ല എന്ന് പറയുന്ന അതേ സ്വരാജാണ്
പഹൽഗാമിലെ കൂട്ടക്കൊലയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ യുദ്ധത്തിനെതിരെ നിലവിളിക്കുകയും ചെയ്തതെന്ന് ഓർക്കണം. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ വിഷയത്തിൽ നമ്മൾ മാറിപ്പോയി. ഏതായാലും നമുക്ക് ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു എൻഗേജ്മെൻറ്റിലായിരുന്ന സമയത്ത് ശരിക്കും അഗ്നിസ്നാനം നടത്തിയ 6 വനിതകളെന്ന് പറയാം അല്ലേ? ശരിക്കും തീയുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് വരികയാണ്. വലിയ സ്ഫോടനങ്ങളും വെടിവെച്ചകളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ 6 പേർ വനിതകളാണ്. അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഓർത്തില്ല, മക്കളെക്കുറിച്ച് ഓർത്തില്ല, അമ്മമാരെയും കുറിച്ച് ഓർത്തില്ല. സാധാരണ സ്ത്രീകളാണ് ഇത്തരം കാര്യങ്ങൾക്ക്, മൃദുല വികാരങ്ങൾക്ക്, അതായത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുമായിരിക്കും എന്ന് ആലോചിക്കാതെ അവർ 3-4 ദിവസം അവർ യുദ്ധം ചെയ്തത് മാത്രമല്ല സിയാൽകോട്ടിലെ പാകിസ്ഥാൻ പോസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന് ഓടേണ്ടി വന്നു. പാകിസ്ഥാൻ റേഞ്ചേഴ്സിന് മാത്രമല്ല പാകിസ്ഥാൻ പട്ടാളത്തിന് ഓടേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഈ BSFലെ 6 മിടുമിടുക്കികൾ അവരെത്ര മികച്ച പോരാട്ട വീര്യമാണ് നടത്തിയതെന്ന് നമ്മൾ ഓർക്കണം. അഭിമാനമാണെന്ന് മാത്രമല്ല, ഇത് എക്കാലത്തേക്കും ഒരു മാതൃകയാണ്. കൂടുതൽ വനിതകൾക്ക് സൈന്യത്തിലേക്ക് വരാനുള്ള പ്രചോദനമായിരിക്കും. അവർക്ക് പെണ്ണിൻ്റെ കയ്യിൽ തോക്ക് കൊടുത്താൽ, വളയിട്ട കൈകൊണ്ട് തോക്ക് പിടിച്ചാലും ഒന്നാന്തരം റിസൾട്ട് ഉണ്ടാകുമെന്നാണ് സിയാൽകോട്ടിലെ അഖ്നൂർ സെക്ടറിലെ ഈ പോരാട്ടം വിളിച്ചു പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.